യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. എൻ്റെ പേര് എബി ജിനു. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ഓമലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ പരിശുദ്ധമായ അൾത്താരയിൽ ഇത് 2ാം തവണയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഫെബ്രുവരി 10-ാം തീയതി ഞാൻ ഓൾറെഡി ഇവിടെ എനിക്ക് ആദ്യമായി മാതാവ് തന്ന അനുഗ്രഹത്തെപ്പറ്റി സാക്ഷ്യം ചെയ്തിരുന്നു. ഇത് 2ാമത്തെ പ്രാവശ്യം ഞാൻ മാതാവ് എനിക്ക് ജീവിതത്തിൽ തന്ന വലിയ അനുഗ്രഹത്തിന് സാക്ഷിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞത് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഞാൻ OET പാസ്സായത് എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അന്ന് തൊട്ട് അയർലൻഡിൻ്റെ പ്രോസസ്സിങ്ങിലായിരുന്നു. എനിക്ക് OET കിട്ടിയ അന്ന് മുതൽ ഒരു വലിയ ആഗ്രഹമായിരുന്നു അയർലൻഡിലെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി നേടണം എന്നുള്ളത്. പക്ഷേ അതിനുള്ള മെറിറ്റ് എൻ്റെ കയ്യിലില്ലായിരുന്നു. കാരണം കഴിഞ്ഞ 2022 നവംബറിൽ ഞാൻ സൗദിയിലുണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഈ പ്രോസസ്സിങ്ങിനായിട്ട് നാട്ടിലേക്ക് ഫെബ്രുവരിയിൽ എത്തിയത്. അപ്പോൾ എനിക്ക് കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അയർലൻഡ് പ്രോസസ്സ് ചെയ്യുന്നവർക്കറിയാം, സ്റ്റിൽ വർക്കിംഗ് ഇല്ലാതെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ അവിടെ ജോലി കിട്ടുക സാധ്യമല്ല. അങ്ങനെ എനിക്ക് 5 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് ഞാൻ കാണുന്ന ഏജൻസികളിലെല്ലാം മെയിൽ അയക്കാൻ തുടങ്ങി. എൻ്റെ CV വെച്ചിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ മെയിൽ അയക്കാൻ തുടങ്ങി. ആരും എനിക്ക് ആദ്യം ഒന്നും മറുപടി തന്നില്ല. നഴ്സിംഗ് ഹോമിലേക്ക് വിളിക്കാം, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ആരും ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഒരു ഇൻ്റർവ്യൂ തന്നില്ല. അങ്ങനെ കാത്തിരുന്ന് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിലെല്ലാം ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഒരു ഇൻ്റർനാഷണൽ ഏജൻസി എന്നെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, വാട്ടർഫോർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അറ്റൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി. അവർ ക്വസ്റ്റ്യൻസൊക്കെ നേരത്തെ ഇങ്ങനെ പറഞ്ഞു തരും, ഇന്നതൊക്കെ ആയിരിക്കും വരുന്നത്, നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി. എന്നാലും ടെൻഷനുണ്ട്, കാരണം അവരുടെ ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക വളരെ പ്രയാസമായ കാര്യമാണ്. അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ച് ഭയങ്കര ടെൻഷനോടുകൂടി താഴത്തെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ആദ്യത്തെ നിലയിലാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നത്. അവർ എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു, കയ്യിൽ വേറെ ഒന്നും ഉണ്ടാവരുത്, പാസ്പോർട്ട് ഉണ്ടാവണം, അതാണ് നമ്മൾ കാണിക്കേണ്ട ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റയായിട്ട് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആ സമയത്ത് ഓൺലൈൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പാസ്പോർട്ട് എടുക്കാതെയാണ് മേളത്തെ നിലയിലേക്ക് കയറിപ്പോയത്. അപ്പം ഞാൻ ഓർക്കുന്നില്ല, പാസ്പോർട്ട് എൻ്റെ കയ്യിലില്ല എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. കാരണം എൻ്റെ മൈൻഡ് അത്ര ബ്ലാങ്ക് ആയിരുന്നു ടെൻഷൻ കാരണം. നമ്മളെ നെക്സ്റ്റ് കോൾ വിളിക്കുന്നത് ഹോസ്പിറ്റൽ എംപ്ലോയറാണ്, നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വിളിക്കും. ഞാൻ അപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കുക ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പാസ്പോർട്ട് ഇല്ലാതെ. അപ്പം കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ ഏജൻസിയിലെ ഒരാൾ എന്നെ വിളിച്ചു, വീഡിയോ കോൾ വിളിച്ചു. അവരങ്ങനെ സാധാരണ വിളിക്കുന്നതല്ല. അപ്പം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എബി ടെൻഷനുണ്ട് അറിയാം, പക്ഷേ ടെൻഷനൊന്നും അടിക്കേണ്ട, റിലാക്സ് ആയിട്ടിരുന്നിട്ട് അറ്റൻഡ് ചെയ്താൽ മതി, പാസ്പോർട്ട് കാണിക്ക്, എങ്ങനെയാണ് കാണിച്ചു അവരെ കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു. പെട്ടെന്നാണ് ഞാൻ ഓർക്കുന്നത് എൻ്റെ കയ്യിൽ പാസ്പോർട്ടില്ല, ഞാൻ പാസ്പോർട്ട് ഇല്ലാതെയാണ് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നതെന്നുള്ളത്. ഞാൻ പെട്ടെന്ന് അവരോട് പറഞ്ഞു, സോറി മാം, ഞാൻ പാസ്പോർട്ട് എടുക്കാൻ മറന്നുപോയി, താഴത്തെ ഫ്ലോറിലിരിക്കുക, ഒരു മിനിറ്റ് താ, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ യൂഷ്വലി വിചാരിച്ച് അവർ ഭയങ്കരമായിട്ട് എന്നെ ദേഷ്യപ്പെടും, ഇങ്ങനെ ഇത്ര ഇറസ്പോൺസിബിളായിട്ടാണോ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമെന്ന് കരുതി. പക്ഷേ അവരെന്നോടൊന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു ശരി പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ ഹസ്ബൻഡ് താഴെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പാസ്പോർട്ട് എടുത്തതാണ്, ഞാൻ മാതാവിൻ്റെ മുമ്പിലാണ് പാസ്പോർട്ട് വെച്ച് പ്രാർത്ഥിക്കാറ്, അവിടെ ഇരിപ്പുണ്ട്, എനിക്ക് എടുത്തു തരാൻ പറഞ്ഞു. അങ്ങനെ അതെടുത്ത് കൊണ്ട് തന്നു. നെക്സ്റ്റ് നിമിഷം തന്നെ എന്നെ എംപ്ലോയർ വിളിച്ചു. എംപ്ലോയർ വിളിച്ച് ഞാൻ വിചാരിച്ചു ഓക്കെ പാസ്പോർട്ട് ഉണ്ടല്ലോ കയ്യിൽ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. പക്ഷേ ആ സമയത്ത് മഴ പെയ്തു, പിന്നെ നെറ്റ് കിട്ടാണ്ടായി, അങ്ങനെ പല പ്രതിസന്ധികളുണ്ട്. അവർ ചോദിക്കുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ കേട്ടില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ നിന്ന് ഇൻ്റർവ്യൂ പോയി, കാശിച്ച് കിട്ടിയ ഇൻ്റർവ്യൂ അത് പോയല്ലോ, ഭയങ്കര പ്രയാസമാണല്ലോ എന്ന് ഞാൻ കരുതി ഇങ്ങനെ വിഷമിച്ചിരിക്കുക. സാധാരണ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അന്ന് ഈവനിങ് തന്നെ എല്ലാവർക്കും മെയിൽ വരും, പാസ്സായി അല്ലെങ്കിൽ റിജക്ഷൻ ആയി എന്നുള്ളത്. എനിക്ക് അന്ന് വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും പാസ്സായില്ല, അത് പോയി, എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച് തന്നെ ഇരുന്ന സമയത്ത് പിറ്റേ ദിവസം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സായി എന്നുള്ള മെയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എല്ലാവർക്കും 10-12 ദിവസമൊക്കെ വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഓഫർ ലെറ്ററും കോൺട്രാക്റ്റും ഒക്കെ വരിക. പക്ഷേ മാതാവ് അന്ന് മുതൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ എൻ്റെ കൂടെ തന്നെയുണ്ട്. എനിക്ക് പെട്ടെന്ന് കോൺട്രാക്റ്റ് കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി. അങ്ങനെ ഞാൻ പിന്നത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്ത് ഞാൻ വർക്ക് പെർമിറ്റിന് ഏപ്രിൽ 27-ാം തീയതി എൻ്റെ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് യൂഷ്വലി അവർ നമുക്ക് ഒരു സബ്മിഷൻ കൊടുക്കുമ്പം ഒരു അക്നോളജ്മെൻറ്റ് മെയിൽ തരും, നിങ്ങളുടെ ഈ നമ്പറിൽ ഇത് സബ്മിറ്റ് ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. എനിക്ക് ഏപ്രിൽ 27-ാം തീയതി തന്നെ ആ മെയിൽ വന്നു. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ആ മെയിലിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് 20 ബിസിനസ് വർക്കിംഗ് ഡേയ്സ് വരും നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ടെന്ന്.
അങ്ങനെ ഞാൻ ഈ 20 ദിവസം 20 വർക്കിംഗ് ഡേയ്സ് കാത്തിരിക്കുക, ഏകദേശം 2 മാസത്തോളം ഉണ്ട്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഇത് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മൾ അവിടെ ചെന്ന് എഴുതാനുള്ളൊരു എക്സാം നമ്മൾ ബുക്ക് ചെയ്യണം. അപ്പോൾ ആ എക്സാമൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം എല്ലാം ശരിയായി, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ഇരുന്ന സമയത്താണ് ഈ 2 മാസത്തിനോടകം വെയിറ്റ് ചെയ്തിരുന്ന സമയത്തിനിടയ്ക്ക് മെയ് 26-ാം തീയതി എനിക്ക് വീണ്ടും ഒരു മെയിൽ വരികയാണ്. എൻ്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ ക്യാൻസലായി, പിന്നെ മെയ് 26-ാം തീയതി വീണ്ടും സബ്മിഷനായി എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓഗസ്റ്റ് 12-ാം തീയതിക്കുള്ള എക്സാം എഴുതാനും പറ്റില്ല. ഞാൻ ആ കൊടുത്ത പൈസ നഷ്ടമാകുമോ എന്നുള്ള പേടി. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ തന്ന കോൺട്രാക്റ്റ് അപ്പോഴത്തേക്ക് എക്സ്പയർ ആകും, അതിന് വാലിഡിറ്റി ഇല്ലാണ്ടായിപ്പോൾ അവർ വേറെ കോൺട്രാക്റ്റ് തരണം. അങ്ങനെ ഒത്തിരിയും പ്രശ്നങ്ങളായി, പ്രതിസന്ധികളായി. ഞാൻ ഓടി എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്നു. ജൂൺ 17-ാം തീയതി മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ കരഞ്ഞ് നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ വേറൊരു നിവർത്തിയില്ല, എനിക്ക് ഏപ്രിൽ 27-ാം തീയതി സബ്മിഷൻ ചെയ്ത ദിവസത്തിൽ തന്നെ എനിക്ക് അപ്രൂവൽ തരണം എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പോയി ഒരു 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, എബി പ്രതീക്ഷിക്കേണ്ട, മെയ് 26-ാം തീയതി വെച്ച് പ്രതീക്ഷിച്ചാൽ മതി, ഏപ്രിൽ 27-ാം തീയതി ഒരിക്കലും കിട്ടില്ല എന്ന് വരെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, മാതാവ് എൻ്റെ കൂടെയുണ്ട്, എനിക്ക് കിട്ടും. അങ്ങനെ തന്നെ ഞാൻ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിലെല്ലാം ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ കഴിഞ്ഞ 29-ാം തീയതി എനിക്ക് ഏപ്രിൽ 27-ാം തീയതി വരേണ്ടിയവരുടെ കൂടെ തന്നെ എൻ്റെ അപ്രൂവൽ ലെറ്റർ എനിക്ക് മാതാവ് തന്നു. ഞാൻ എൻ്റെ മാതാവിൻ്റെ ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്ത് അതിൻ്റെ പുറകിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. മാതാവ് എനിക്ക് എൻ്റെ വിസയ്ക്കും കൊടുക്കണം, എൻ്റെ AWS കിട്ടണം, അത് ജൂൺ 6-ന് മുമ്പ് എനിക്ക് തരണമെന്ന് പറഞ്ഞു. എൻ്റെ മാതാവ് എനിക്ക് ജൂലൈ 6-ന് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു. ജൂലൈ 4-ന് എനിക്ക് വിസയ്ക്ക് കൊടുക്കാനുള്ള അപ്പോയിൻമെൻറ്റുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവ്. അതുപോലെ തന്നെ ഇനിയൊരു അനുഗ്രഹം പറയാനുള്ളത്, എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, കോട്ടയത്തുള്ള റീനു മാത്യു എന്ന് പറഞ്ഞൊരു കുട്ടി, എൻ്റെ കൂടെ നേഴ്സിംഗ് തൊട്ട് പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പം അവളെ ഞാനിങ്ങനെ ഇതുപോലെ എൻ്റെ കൂടെ പ്രോസസ്സിങ്ങിലൊക്കെ ആയിരുന്ന അതുകൊണ്ട് അതിൻ്റെ 1-2 ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ആ സമയത്ത് അവൾ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എടി ഞാനിപ്പം എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ നിൽക്കുമോ? ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി? അവൾക്ക് 2 കുഞ്ഞുങ്ങളാണ്, അതിൽ ഇളയ കുഞ്ഞിന് 7 മാസം മാത്രമേ പ്രായമുള്ളൂ. അപ്പം അവളുടെ അമ്മക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ കുറവാണ്. അപ്പം ഡെങ്കു ഒക്കെ ചെക്ക് ചെയ്തു, അതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സ് വേറെ രോഗങ്ങളൊക്കെയാണെന്ന് സംശയം പറയുന്നു. ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, നമ്മുടെ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ട്. പിന്നുള്ള ഒരു ഇതെന്ന് പറയുന്നത് ബോൺ മാരോ ബയോപ്സി ചെയ്ത് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണോ എന്നൊക്കെ ഉള്ളത് ഈ പിഞ്ചു കുഞ്ഞിന് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്നോട് എൻ്റെ കൂട്ടുകാരി പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവൾക്ക് കൃപാസനം മാതാവിനെ പറ്റി അറിയാം, പക്ഷേ അവൾ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു, നീ മാതാവിനോട് പറ, കുഞ്ഞിനെ കൊണ്ട് വന്ന് ഉടമ്പടി എടുക്കാം, മാതാവേ ഞാൻ ഡിസ്ചാർജ് ആയി കഴിയുമ്പോഴേ നിൻ്റെ സന്നിധിയിൽ വന്നോളാമെന്ന് പറ, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി പ്രാർത്ഥനയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ആദ്യത്തെ ദിവസം ചെക്ക് ചെയ്തപ്പോൾ കുഞ്ഞിന് 15,000 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട്. പിറ്റേ ദിവസം ഞാൻ ഇവളോട് ചോദിച്ചു, എടി വീണ്ടും ഇത് മാതാവിനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അവളോട് ചോദിച്ചു, വീണ്ടും ചെക്ക് ചെയ്തോ, പ്ലേറ്റ്ലെറ്റ് ചെക്ക് ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എടി എന്താ അത്ഭുതമെന്ന് എനിക്കറിയത്തില്ല, ഇന്നത്തെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 2 ലക്ഷമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിന് 1000 നന്ദി. സങ്കീർത്തനം 32:8 തിരുവചനം പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. OET എക്സാമിൻ്റെ സാക്ഷ്യം എബി ജിനു ഇവിടെ പറഞ്ഞതാണ്. അതിനുശേഷം അതിൻ്റെ പ്രോസസ്സിങ്, അപ്പോൾ അയർലൻഡിൽ സ്കോർ കിട്ടി. അയർലൻഡിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തനിക്കൊരു പോസ്റ്റ് കിട്ടണം. അതാണ് പിന്നീട് ഈ മകളുടെ നിയോഗമായിട്ട് ഈ മകൾ ഓൺലൈൻ ഉടമ്പടിയാണിത്, ഓൺലൈൻ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. പിന്നീട് അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയി എന്നാണ് നാം കേട്ടത്. എന്നാൽ വർക്ക് പെർമിറ്റിൻ്റെ കാര്യം വന്നപ്പോൾ അതിൻ്റെ പേപ്പേഴ്സ് ഓൾറെഡി കൺഫർമേഷൻ ലെറ്ററൊക്കെ വന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പ്രൊസീഡിങ്സിലാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, കൺഫർമേഷൻ ലെറ്റർ വരുമ്പോൾ. എന്നാൽ പിന്നീട് പെട്ടെന്നാണ് വേറൊരു മെയിൽ വരുന്നത്, അത് ക്യാൻസലായി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഏകദേശം 3 ലക്ഷത്തോളം രൂപ ഇവർ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ ഫർദർ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട്. പിന്നീട് തൻ്റെ മറ്റു പല സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ എക്സ്പയറി ആകും, താൻ ഉദ്ദേശിച്ച സമയത്ത് പോകാൻ പറ്റിയില്ല
ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രതിബന്ധങ്ങളാണ് പിന്നീട് ആ വർക്ക് പെർമിറ്റ് അപ്രൂവ് ആയില്ലെങ്കിൽ എബിക്ക് അനുഭവപ്പെടുക. അങ്ങനെ ഈ മകള് അന്ന് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. തനിക്ക് തീർത്ഥാടന ഉടമ്പടി എടുക്കുവാനുള്ള സാഹചര്യങ്ങൾ കിട്ടിയില്ല, അതുകൊണ്ടാണ് തീർത്ഥാടന ഉടമ്പടി എടുക്കാതെ പോയത് എന്നാണ് സിസ്റ്ററിനോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്ന് അമ്മയോട് പറഞ്ഞ് എല്ലാം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നു. അമ്മയുടെ തിരുസ്വരൂപം ഒന്ന് മാത്രമാണ് ഈ മകളുടെ കയ്യിലുള്ളത്. ആ തിരുസ്വരൂപത്തിന് മുൻപിൽ ഈ മകള് തൻ്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോയി. പിന്നീട് എത്ര പെട്ടെന്നാണ് ആ ക്യാൻസലായത് പിന്നീട് അപ്രൂവ് ആകുന്നത്. ക്യാൻസലായി എന്ന് പറഞ്ഞ മെയിൽ വരുന്നു, പിന്നീട് അത് അപ്രൂവായി എന്നുള്ള മെയിലാണ് പിന്നെ കിട്ടുക. അപ്പോൾ അങ്ങനെ പിന്നീട് പാസ്പോർട്ട് ഇല്ലാതെ ഇൻ്റർവ്യൂവിന് പോയതും, എന്നാൽ അതെങ്ങനെ പാസ്പോർട്ട് വേണം എന്ന് പാസ്പോർട്ട് എടുക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ അതിനു മുമ്പ് ഒരു മോക്ക് ഇൻ്റർവ്യൂ എങ്ങനെ ഒരിക്കലും ഇല്ലാത്തതൊക്കെ എങ്ങനെ നടന്നു എന്നുള്ളതൊക്കെ നാം കേട്ടു. അതുപോലെ കൂട്ടുകാരിയുടെ കുഞ്ഞിൻ്റെ 15,000 ആയിരുന്ന പ്ലേറ്റ്ലേറ്റ് കൗണ്ട് 2,00,000 ആവുകയാണ് പിറ്റേ ദിവസം. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതികളിലൂടെ നമ്മെ നടത്തുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഞാൻ കൂടെ വരാം, നിൻ്റെ കൂടെ വന്ന് വഴി കാട്ടാം, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകും. ഇതൊക്കെയാണ് പുറപ്പാട് ജനതയോട് ദൈവം കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ. അതാണ് ഉടമ്പടിയെടുത്ത ഓരോ മക്കളുടെയും ജീവിതത്തിൽ നടക്കുക. ഇനിയിപ്പോൾ തീർത്ഥാടന ഉടമ്പടി ഈ മകള് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. തീർത്ഥാടന ഉടമ്പടിയും ഓൺലൈൻ ഉടമ്പടിയും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റുമൊക്കെയായി ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നവരാണ് ഓരോരുത്തരും. ആ ഓരോ മക്കളും നാം ചിന്തിക്കേണ്ടത് ഒന്ന് മാത്രമാണ്, ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണ്. നമ്മുടെ ഉടമ്പടിയിൽ നമുക്ക് വിശ്വസ്തരും സത്യസന്ധരുമായിക്കൊണ്ട് ഒത്തിരിയേറെ കൃപകൾ നേടുന്നവരാകാം. കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.